ഹലോ ഗായ്സ്, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊച്ചിയിലോട്ടാണ്. ഞങ്ങൾ ഇന്നൊരു കപ്പൽ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പോട്ടെ. അപ്പോൾ നിങ്ങളിതുവരെയായിട്ടും കപ്പലിൽ കയറാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൊച്ചി എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കും ചേർക്കാക്കും വെജ് എന്തെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡ് കഴിച്ചു കേട്ടോ. ഷെയ്ന് ഞാൻ വാരി കൊടുക്കാൻ നോക്കി, പക്ഷേ അവന് ഒറ്റയ്ക്ക് കഴിക്കാനായിരുന്നു കേട്ടോ നോക്കിയത്. അപ്പോൾ വേറൊരു പ്ലേറ്റൊക്കെ വാങ്ങിയിട്ട് എനിക്ക് വേറെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ ഒരു വൈകിട്ട് 4:30 ആകുമ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്നായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ നിന്നായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയേക്കുമ്പോൾ നല്ലോണം കാർമേഘം ഇങ്ങനെ മൂടി നിൽക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് നല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടാവുന്നു, പക്ഷേ ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി ഫോട്ടോസ് എടുക്കലായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് എടുക്കാനൊന്നും തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. ഷേർക്കാക്കാണെങ്കിൽ പിന്നെ എൻ്റെ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇക്കാൻ്റെ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ കൂടി സമ്മതിക്കില്ല. ഞാൻ എടുത്താൽ ശരിയാവില്ല എന്നാണ് പറയുക. ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ കായലിൽ നിന്നും കടലിലേക്കുള്ള യാത്ര സ്റ്റാർട്ടായപ്പോൾ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാൻ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കോഫിയും സ്നാക്സിൻ്റെ ഒരു ബോക്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയും പുറത്തെ കാഴ്ചകളും ചൂട് കോഫിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഏകദേശം 2 മണിക്കൂർ യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അഴിമുഖം എത്തിയേക്കുമ്പോൾ വലിയ തിരമാലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ ഇതുപോലത്തുള്ള വലിയ കപ്പലുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നേവിയുടെ കപ്പലൊക്കെ കണ്ടിട്ടോ, പക്ഷേ അതൊന്നും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഷെയർക്കൊക്കെ ഒരുപാട് ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം DJയും ഡാൻസൊക്കെ ആയിട്ടാണ് കപ്പൽ യാത്ര അവസാനിച്ചത്. എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നൈറ്റിക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോവാട്ടോ ചെയ്തത്.